ഹലോ, വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. ഞാൻ ജാൻസി. ഇന്ന് നേരെ നമ്മൾ ഇസ്താംബുളിലെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ആദ്യത്തെ ദിവസമാണ് ഇവിടെ ഇസ്താംബുളിൽ. അപ്പം ഞങ്ങളിവിടെ കുറേ വഴിയിലൂടെയൊക്കെ കുറച്ച് നടന്നു. അപ്പം കുറേ ഷോപ്സും ഒക്കെ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കുറേ നല്ല മോസ്ക് ഉണ്ട്. എന്നുവെച്ചാൽ ബ്ലൂ മോസ്ക്, അയാ സോഫിയ, അങ്ങനെ കുറേ നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മോസ്കുകളുണ്ട്. അതൊക്കെ കാണിക്കാം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട്. ഭയങ്കര നല്ല ആൾക്കാരാണ്. പറ്റുന്ന ആൾക്കാരൊക്കെ വരിക, ഇവിടെ ഇസ്താംബുളൊക്കെ വിസിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോപിക എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല. ഗോപിക കാരണം ജർമ്മനിയിലാണ്. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ എത്ര മണിയായി? 11 മണിയായോ? 2 മണി വരെ കടയുണ്ടെന്ന് ഇവർ പറഞ്ഞേ അല്ലേ? നമ്മൾ കറക്റ്റ് സ്ഥലത്താവുന്ന പറ്റി. ആ അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഇവർ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് ഒരു അടിച്ചു പൊളിച്ചാണ് ഇവരിവിടെ വൈകിട്ട് സമയങ്ങളൊക്കെ ചിലവഴിക്കുന്നത്. അതൊരു ലേറ്റായിട്ട്, ഒത്തിരി ലേറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലത്തേത്. അപ്പം ഇവർക്ക് ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇവരുടേത്. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഓക്കെയാണ്. പിന്നെ ടർക്കിയിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടാണെന്നുണ്ടെങ്കിൽ വിസ വേണം. അതിന് 50 യൂറോ വരും. അത് ഈ വിസയാണ്. നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഉടനെ തന്നെ നമുക്കത് മെയിലായിട്ടത് കിട്ടും. പിന്നെ ജർമ്മൻസിൻ പാസ്പോർട്ടാണെങ്കിൽ നമുക്കൊന്നും വേണ്ട. മീൻസ് നമുക്ക് പാസ്പോർട്ട് മാത്രം മതി. ഇത് പിന്നെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വരുന്നൊരു പക്ഷിയാണ്. അതിൻ്റെ ഒരു കൂടപ്പുറത്തുണ്ട്. അതിൻ്റെ അവിടെ കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പം പുള്ളി എന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ആഹാരം, നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന നേരത്തെ തന്നെ വന്ന് അതിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇവിടെ നല്ല ട്രാഫിക്കാണ്. അപ്പം നടക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇപ്പം ജസ്റ്റ് സുൽത്താൻ അഹമ്മദ് ആ മോസ്കിൻ്റെ അങ്ങോട്ടൊക്കെ നമ്മൾ പോവാണ്. ആണോ? ഹില്ലി പ്ലേസിലോട്ട് നമ്മൾ മുകളിലോട്ട് നടന്നിട്ട് അന്നേരം ഗ്രാൻഡ് ബസാർ കാണും. എന്നുവെച്ചാൽ ഒരു വലിയൊരു മാർക്കറ്റ്. ഈ നാട്ടിലെ പെട്ടിവണ്ടി വരുന്നു. ഒരു മിനിറ്റ് കണ്ടോ? ഇവിടെ ശരിക്കും നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സ്ട്രീറ്റ് പോലൊക്കെ തന്നെയാണല്ലോ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് മുഴുവൻ ഇങ്ങനെ കടകളാണ് രണ്ട് സൈഡും. നമ്മളെ പിടിച്ചു കയറ്റുന്ന പോലെയാണ് അവർ. അപ്പം വെറുതെ ഒരു കൂളിംഗ് ഗ്ലാസ് ടെസ്റ്റ് ചെയ്തതാണ്. Your name, your shop name? My name is benim adım Yusuf. Herkesi bu mağazaya bekleriz. Teşekkürler. Thank you so much. Yes. Good price, good quality. Which street is this? This is Beyazıt. Tramway is Beyazıt inside my magazine. Okay. Very easy. Call me, no problem. ഇവിടെ ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രണ്ട് സൈഡിലും ബാഗിൻ്റെ ഷോപ്സ്, പിന്നെ ഷൂസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഷോപ്സാണ് ഉള്ളത്. ഇതാണ് അയാ സോഫിയ ഇല്ലെങ്കിൽ ഹാഗിയ സോഫിയ എന്നൊക്കെ പറയുന്ന മോസ്ക്. ഇതാണല്ലേ സുൽത്താൻ അഹമ്മദ് സ്ക്വയറിലാണ് ഇതിരിക്കുന്നത്. ഇതെല്ലാം ഹഗിയ സോഫിയ ഇല്ലേ, അയാ സോഫിയ, ഇതിൻ്റെ പാർട്ടാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടം.
ഈ ഹാഗിയ സോഫിയ മോസ്ക് ആണെങ്കിൽ ആദ്യം ഒരു ചർച്ചായിരുന്നു, എന്നുവെച്ചാൽ ഒരു ക്രിസ്ത്യൻ ബസീലിക്ക. അതിനുശേഷം അതാണെങ്കിൽ മോസ്കായി, പിന്നീട് അത് ഒരു മ്യൂസിയമായി, ഇപ്പം വീണ്ടും മോസ്കായിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കളർഡ് മാർബിൾസ് സ്ലാബ്സും പിന്നെ മൊസൈക്കും ഒക്കെയാണ്. ഇത് ഹുറൈം സുൽത്താൻ ഹമാമാണ്. ഈ മോസ്ക് എല്ലാം രാത്രി കാണാനാണ് ഒന്നും കൂടെ ഭംഗി, കാരണം നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ബ്ലൂ മോസ്ക്, ഇല്ലെങ്കിൽ സുൽത്താൻ അഹമ്മദ് എന്നും ഇതിന് പേരുണ്ട്. അപ്പം അങ്ങോട്ട് പോവാം. നല്ല ക്യൂ ഉണ്ടല്ലേ ഉള്ളിലേക്ക് കയറാൻ. ഇതെല്ലാം അങ്ങോട്ട് കയറാൻ നിൽക്കുന്നവരാ. നമ്മളിവിടെ ഷൂസ് വെക്കണം, അതുപോലെ തന്നെ നമ്മുടെ മുടി മറയ്ക്കണം. ഇത് 2 കാര്യങ്ങൾ ചെയ്യണം ഇതിനുള്ളിൽ വരുമ്പോൾ. ഇത് പിന്നെ വേറൊരു സുൽത്താനാണ്. അതുവഴി നടക്കുമ്പോൾ നമുക്കിങ്ങനെ അവർ നമ്മളെ വിളിച്ച് ഫോട്ടോ എടുപ്പിക്കും. അപ്പം അങ്ങനെ ചുമ്മാ എടുത്ത ഫോട്ടോ ആണിത്. ഇത് സുൽത്താൻ അഹമ്മദ് പാർക്കാണ്. ഇവിടെ ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഇങ്ങോട്ട്. ഈ കയറാൻ പോകുന്നത് ഇതിപ്പം സുൽത്താൻമാരെയൊക്കെ ഖബറടക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇത് പിന്നെ അവിടുത്തെ തന്നെ ഒരു സെമിത്തേരിയാണ്. അവിടുത്തെ ഫേമസ് ആൾക്കാരൊക്കെ ഖബറടക്കിയ സ്ഥലമാണ്. ഇതെന്താ ഹാഫിസ് ഓസ്മാൻ സേക്കി. ഇവിടെ പിന്നെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും മോസ്കാണ്. അത് എല്ലാം ഭയങ്കര ഭംഗിയുള്ളതും ഈ ഒരു ഓട്ടോമൻ കൾച്ചർ അത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഇപ്പം ഇത്രയും മോസ്കും ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോവാം. മനോജിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളത് ഇസ്താംബൂളിലാണ് ആഘോഷിച്ചത്. അപ്പം മനോജിനൊരു സർപ്രൈസ് എന്ന രീതിയിൽ നമ്മളൊരു ബോട്ട് യാത്രയും, അപ്പം അതിൽ പുള്ളിക്കാരന് കേക്ക് കൊടുക്കുന്നതും കേക്ക് അവർ കട്ടിയിപ്പിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇച്ചിരി കാണാം. നമ്മളന്നേരം ഒരു ബോട്ട് യാത്ര ചെയ്യാണ്. അപ്പം ഈ ഷിപ്പിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം നല്ല മ്യൂസിക്കും നല്ല ഫുഡും ഒക്കെ ഉണ്ട്. മനോജിനൊന്നും അറിയത്തില്ല ഇതുവരെ. പുള്ളിയെ നമ്മൾ സർപ്രൈസായിട്ടാണ് അവിടെ നമ്മളെ കേക്കൊക്കെ ഇത് ചെയ്തതും അറേഞ്ച് ചെയ്തതും എല്ലാം.
Congratulations, happy birthday, Mr. Maharaj. Happy birthday. Can he cut it? I will bring food. Okay, thank you. ഇതിൽ നമ്മുടെ കൂടെ നിൽക്കുന്നതൊക്കെ അൾജീരിയയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെയാണ്. എല്ലാം ഭയങ്കര ഫ്രണ്ട്സ് ആയിപ്പോയി പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഈ സംഭവയുടെ ബാക്കി ഭാഗമായിട്ട് ഇടാം. പിന്നെ നമ്മുടെ ഈ ബെല്ലി ഡാൻസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ച സ്ഥിതിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.